ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് കൂടി. ഞങ്ങളുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കല്യാണമായിരുന്നു. സാധാരണ നമുക്കെല്ലാവർക്കും കല്യാണത്തിന് കൂടിയാൽ ഭയങ്കര സന്തോഷിക്കാറല്ലോ. പുതിയണ്ണിനെയും പുതിയാപ്പളിനെയൊക്കെ അങ്ങനെ കാണുക, അവരൊരുമിക്കുക, അവരുടെ ആ മഹറുകെട്ടൽ, അങ്ങനെ പരിപാടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കാറുണ്ടാവുക. പക്ഷേ ഈ ഒരു കല്യാണത്തിന് കൂടിയപ്പം എനിക്കെന്താ ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് സ്റ്റേജിന്മേലിരിക്കുന്ന വരൻ്റെ അടുത്തേക്ക് പുതുപെണ്ണിനെ കൈ പിടിച്ച് കൊണ്ടുപോയാക്കുന്ന ആ ഒരു രംഗമില്ലേ, ആ ഒരു സമയത്ത് ഉപ്പയും ഉമ്മയുമാണ് പുതുപെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയാക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്നും കുറേ ആളുകൾ പറയുന്നുണ്ട്, ശരിക്കും ആ കുട്ടീൻ്റെ ഉമ്മയല്ല ആ കൊണ്ടുപോയി ആക്കുന്നത് എന്ന്. ആ കുട്ടിയുടെ ഉപ്പ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയാണ് ആ കുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത്. ഒരു ഭാഗത്ത് ഉപ്പയും കൈ പിടിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഉപ്പ രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീയാണ് കുട്ടിയുടെ കൈ പിടിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സങ്കടം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഓഡിറ്റോറിയത്തിൻ്റെ മറുവശത്ത് ആ കുട്ടിയുടെ സ്വന്തം ഉമ്മ ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. ഞാൻ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുപോയാക്കുന്ന ആ രംഗമല്ല അപ്പോൾ നോക്കിയത്. ഞാൻ ആ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു ഭാഗത്ത് നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് സങ്കടപ്പെടുന്ന ആ ഒരു രംഗമാണ് ഞാൻ നോക്കിയത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. അതിൻ്റെ മനസ്സിലുണ്ടാവും, എൻ്റെ കുട്ടീനെ കൈപ്പിടിച്ച് ഞാനൊന്ന് കൊണ്ടുപോയി ആക്കട്ടെ എന്നുള്ള ആ ഒരു മനസ്സിൽ ആ സങ്കടം എത്രത്തോളം ഉണ്ടാവും. മറുഭാഗത്ത് അതിൻ്റെ ഭർത്താവായിരുന്ന ആളായിരുന്നു, ഇപ്പോൾ അല്ല. ഇപ്പോൾ ആ കുട്ടിയുടെ ഉപ്പ ആ ഒരു സ്ത്രീയുടെ ഭർത്താവല്ല എന്ന് പറയാൻ കാരണം, ഈ ഒരു പുതുപെണ്ണിൻ്റെ ഉമ്മയുടെ ഭർത്താവല്ല എന്ന് പറയാൻ കാരണം ഡൈവോഴ്സാണ് അവർ. ഈ പുതുപെണ്ണിനെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ആ രംഗമൊക്കെ കാണുമ്പോൾ ഈ കുട്ടിയുടെ, ഈ പുതുപെണ്ണിൻ്റെ സ്വന്തം ഉമ്മാൻ്റെ മനസ്സിങ്ങനെ പിടക്കുന്നുണ്ടാവില്ലേ. ആ ഭർത്താവിൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി ആക്കേണ്ട സ്ഥാനത്താണല്ലോ മറ്റൊരു സ്ത്രീ നിൽക്കുന്നത്. അങ്ങനെ പല ചിന്തകളും ആ മനസ്സിൽ കടന്നു പോയിട്ടുണ്ടാവാം. ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. സ്വന്തം മകളെ കല്യാണം ഏതൊരു ഉമ്മയുടെയും സ്വപ്നമായിരിക്കും. ആ പരിപാടിയിൽ നല്ല നിലയിൽ പങ്കെടുക്കാനും വരുന്ന അതിഥികളെ സ്വീകരിക്കാനും സ്വന്തം മകളെ കൈപ്പിടിച്ച് അവളുടെ ഭർത്താവിനെ ഏൽപ്പിക്കാനും അവരുടെ വീട്ടുകാരെ ഏൽപ്പിക്കാനും ഒക്കെ ഏതൊരു ഉമ്മാക്കും ആഗ്രഹമുണ്ടാവും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവ് ഒഴിവാക്കിയത് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു മൂലയിലിരുന്ന് ഇതൊക്കെ കാണുകയേ നിവൃത്തിയുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ വധുവിൻ്റെയും വരൻ്റെയും അടുത്ത് നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഈ ഒരു സ്ത്രീ ആ ബാക്കിൽ നിന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. അപ്പോൾ ഞാൻ കരുതിയിരുന്നു ഇവരൊരു ഫോട്ടോയെങ്കിലും എടുക്കാൻ സമ്മതിച്ചെങ്കിൽ എന്ന്. അപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചാൽ, പെട്ടെന്ന് ഞാൻ സ്റ്റേജിലേക്ക് നോക്കുമ്പോണ്ട് ആ സ്വന്തം മോളുടെയും അവളുടെ ഭർത്താവിൻ്റെയും കൂടെ ഉമ്മയുടെ ഫോട്ടോ അവരെടുക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. വേറെയും മക്കളുണ്ട് ഇവർക്ക്, പക്ഷേ മക്കളാരും ഈ ഒരു സ്ത്രീയുടെ കൂടെയല്ല കഴിയുന്നത്. എല്ലാം ഉപ്പാൻ്റെയും ഈ രണ്ടാനുമ്മയുടെയും ഒപ്പമാണ് കഴിയുന്നത്. കല്യാണത്തിൻ്റെ അന്ന് മകളെ സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ ഉപ്പയുടെ മുഖത്തുമുണ്ട് ഭയങ്കര സങ്കടം, ഒരു നിരാശ, ഒരു സന്തോഷമൊന്നും ആ മുഖത്ത് കാണുന്നില്ല. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് ഒഴിവാക്കിയതാണെങ്കിലും ഈ ഒരു ഭാര്യ ഈ ഒരു ഓഡിറ്റോറിയത്തിലുണ്ട് എന്നറിയുമ്പോൾ എന്തായാലും ഒരു നിരാശ ഉണ്ടാവും. അവർ തമ്മിലല്ലേ ഈ കുട്ടിയെ ആ സ്റ്റേജിലേക്ക് കയറ്റേണ്ടത്. പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴുള്ള ആ ഒരു സങ്കടം എല്ലാം ആ മുഖത്ത് ഇങ്ങനെ കാണാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഭാര്യയും ഭർത്താവും, ഈ പുതുപെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും പിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ പുതുപെണ്ണിൻ്റെ സ്വന്തം ഉമ്മാക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം ഉണ്ടായത് കാരണമാണല്ലോ ഉപ്പ ഇവരെ ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണം കഴിച്ചു. പക്ഷേ മക്കളെ വിട്ടുകൊടുത്തിട്ടില്ല. മക്കളെ സ്വന്തം ഉപ്പ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഈ രണ്ടാനുമ്മയും കൂടി നോക്കിയിട്ടാണ് വളർത്തിയിട്ടത്. ഇങ്ങനെ ഈ ഒരു പുതുപെണ്ണിൻ്റെ ഉമ്മാക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടായി എന്നല്ലാതെ ഡൈവോഴ്സ് ആയതിനു ശേഷം വേറൊരു ജീവിതം ഉണ്ടായിട്ടില്ല. അത് ഡൈവോഴ്സ് ആയതിനു ശേഷം അതിൻ്റെ ആങ്ങളയുടെയും ഉമ്മയുടെയും കൂടെയാണ് പിന്നെ ജീവിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ആങ്ങളയുടെ ചെലവിന് കഴിയും? അതുകൊണ്ട് ആ സ്ത്രീ ചെറിയതായിട്ട് എന്തോ ഒരു ശമ്പളത്തിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഒരു പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടായിട്ട് ഇപ്പോൾ എന്താണ് ഉണ്ടായത്? സ്വന്തം ഭർത്താവിനെ, മക്കളെ നഷ്ടപ്പെട്ടു. ഈ ഒരു ബന്ധമുണ്ടായിരുന്ന ആൾ ആ ഒരു സ്ത്രീയെ സ്വീകരിച്ചോ? ഇല്ലല്ലോ. ഭർത്താവിൻ്റെ ഉള്ളിൽ നിരാശയുണ്ടെങ്കിലും ഡൈവോഴ്സ് ആയതിനു ശേഷം സ്വന്തം മക്കളെയും കൊണ്ട് വേറെ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നു. ഈ ഒരു സ്ത്രീക്ക് ആ ബന്ധമുണ്ടായത് കാരണം തൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു ബന്ധം അന്ന് ഇല്ലായിരുന്നു എങ്കിൽ, ആ ഒരു പിശാചിൻ്റെ ശല്യത്തിൽപ്പെട്ടില്ലായിരുന്നു എങ്കിൽ സന്തോഷമായിട്ട് ഈ ഒരു കുട്ടികളുമൊത്ത് ഭർത്താവുമൊത്ത് കഴിയേണ്ട സ്ത്രീയായിരുന്നു ഇത്. ഈ ഒരു കല്യാണ ദിവസം സ്വന്തം മകളെ കൈപിടിച്ച് ആ സ്റ്റേജ് മേലേക്ക് കയറ്റേണ്ടത് ഈ ഒരു സ്ത്രീയായിരുന്നു. വരുന്ന ഗസ്റ്റുകളെല്ലാം സ്വന്തം ഭർത്താവിൻ്റെ കൂടെ നിന്ന് സ്വീകരിക്കേണ്ട ആ ഒരു സമയമായിരുന്നു.
അതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചീത്ത ബന്ധത്തിൽ നമ്മൾ ഒരിക്കലും പെടരുത്. ഷെയ്ത്താൻ്റെ കെണി എപ്പോഴാണ് നമ്മുടെ കൂടെ ഒരു പിശാചിൻ്റെ കെണി വരിക എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഷെയ്ത്താൻ്റെ കെണിയിൽപ്പെട്ടാൽ നമുക്ക് താൽക്കാലികമായിട്ട് കുറച്ചു കാലങ്ങളിലെ ഒരു സുഖവും സന്തോഷവുമേ ഉണ്ടാവുകയുള്ളൂ. അധിക കാലം ആ ഒരു സന്തോഷം നീണ്ടു നിൽക്കില്ല. ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ ഒരാളുമായിട്ട് ഇക്കാലം ഈ ഒരു ബന്ധമുണ്ടാകുന്നത്. സ്വന്തം മക്കളെയും ഭാര്യയെയും മറന്നിട്ട് നമ്മളെ സ്നേഹിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂലേ. ഇത് ഈ ഒരു സ്ത്രീയുടെ മാത്രം അനുഭവമല്ല, ഒരുപാട് സ്ത്രീകളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ എത്ര ഇങ്ങനത്തെ ഡൈവോഴ്സുകൾ നടക്കുന്നുണ്ട്. അന്യ ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായി സ്വന്തം ഭർത്താവ് ഒഴിവാക്കി കഴിയുക. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ജീവിതം നഷ്ടപ്പെട്ടു. അതിൻ്റെ അവരുടെ ഭർത്താക്കന്മാരൊക്കെ സുഖമായിട്ട് മറ്റൊരു കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കുന്നു. ഇവർക്ക് പിന്നെ ഇവരുടെ മക്കളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയണില്ല. ഒരു പ്രസവ സമയമായി കഴിഞ്ഞാൽ അതിന് വരാൻ പറ്റണില്ല. സ്വന്തം മക്കളൊക്കെ പ്രസവ സമയത്ത് നോക്കാൻ അടുത്തുണ്ടാകാൻ ഏതൊരു ഉമ്മമാർക്കും ആഗ്രഹമുണ്ടാവും. പിന്നെ സ്വന്തം ഉമ്മ അടുത്തുണ്ടാകുന്നതിൻ്റെ അപ്പുറമൊന്നുമില്ലല്ലോ മറ്റുള്ളവരുണ്ടാകുന്നത്. സ്വന്തം ഉമ്മ ഉണ്ടാകാനായിരിക്കും ഏത് മക്കളും ആഗ്രഹിക്കുക. ഇത് ഈ ഒരു സ്ത്രീയുടെ മാത്രം അനുഭവമല്ല. ഇങ്ങനെ ഒരു പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് എത്രയോ സ്ത്രീകൾ ഇങ്ങനെ ആവുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ ഇങ്ങനെ, ചില സ്ത്രീകൾ ചെറുതായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാകുക, ഫോൺ കോളുകൾ, ചാറ്റിങ്, അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളുണ്ടാവുക. അതിൻ്റെ പേരിൽ ഡൈവോഴ്സായി കണ്ട് എത്രയോ സ്ത്രീകൾ ഡൈവോഴ്സായി അവരുടെ ഭർത്താക്കന്മാർ ചിലവർ കുട്ടികളെ ഏറ്റെടുത്തെങ്ങാണ്ട് വേറെ കല്യാണം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഈ ഒരു പെണ്ണിന് പോകാനുള്ളത് അവനവൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഉള്ളത് ചിലപ്പോൾ ഉമ്മയായിരിക്കും, ഉപ്പ ഉണ്ടാവില്ല, ആങ്ങളാരെ കൂടെ ആയിരിക്കും കഴിയുക. അവിടെ എത്രത്തോളം ഈ ഒരു സ്ത്രീ കഴിയും നല്ലൊരു ജീവിതമുണ്ടായിട്ട് ഒരു കാരണവുമില്ലാതെ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് അതുകൊണ്ട് ഒരു സുഖവും അവർക്ക് കിട്ടുന്നില്ല. കുറച്ച് താൽക്കാലിക ഒരു സുഖം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു കാരണത്തിനും വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ചതിച്ച് മക്കളെ ഓർക്കാതെ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് സുഖമാണത് കിട്ടിയത്. പ്രിയ എൻ്റെ കൂട്ടുകാരെ, ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ല, അത് നിങ്ങളുടെ കുടുംബജീവിതം തകർക്കും. അത് പിശാചിൻ്റെ ഒരു കെണിയാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി ആ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകണം. അത് നിങ്ങൾക്ക് പറ്റിയ ഒരു ബന്ധമല്ല, പറ്റിയൊരു സന്തോഷമല്ല, പറ്റിയൊരു സുഖമല്ല. നിങ്ങൾ ഹറാമായ വഴിയിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഹലാലായ ഒരു ജീവിതം പടച്ച തമ്പുരാൻ തന്നിട്ട് അതിൻ്റെ സുഖസന്തോഷങ്ങൾ കണ്ടെത്തി അതിൽ ജീവിക്കാതെ മറ്റൊരു ബന്ധത്തിലേക്ക്, ഹറാമായ ബന്ധത്തിലേക്ക്, പിശാചിൻ്റെ കെണിയിലേക്ക് പോകുമ്പോൾ അതെൻ്റെ ജീവിതം തകർക്കും, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടില്ല, എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും നഷ്ടപ്പെടും എന്നൊരു വിചാരം നിങ്ങൾക്ക് വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിലിൻ്റെ അടുത്തേക്ക് പോലും അങ്ങനത്തെ ഒരു ബന്ധം നമ്മൾ വരാൻ സമ്മതിക്കരുത്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അത് എങ്ങനെയായാലും ഹറാമായ വഴിയിലൂടെയാകുമ്പോൾ അത് പിടിക്കപ്പെടും. അത് നിങ്ങൾക്ക് നല്ലതിനല്ല. തെറ്റായ വഴിയിലേക്ക് നിങ്ങളെ ഒരു പങ്കാളി കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അയാൾ നിങ്ങളെ അവസരം മുതലാക്കി കഴിഞ്ഞാൽ ഉപേക്ഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം തകർന്നാൽ അയാൾ നിങ്ങൾക്കൊരു ജീവിതം ഒരിക്കലും തരാൻ പോകുന്നില്ല. അയാൾ പിന്നെ നിങ്ങളെ അറിയുക പോലുമില്ല. നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ, നിങ്ങൾ മക്കളുമായി ഭർത്താവുമായി കഴിഞ്ഞിരുന്ന ആ സന്തോഷങ്ങൾ, സുഖസൗകര്യങ്ങൾ എല്ലാമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരിമാരെ മാത്രമല്ലട്ടോ ഞാൻ കുറ്റം പറയുന്നത്. ഇങ്ങനെ പല സഹോദരന്മാരുമുണ്ട്. പക്ഷേ ഞാൻ സഹോദരിമാരെ മാത്രം എടുത്തു പറയാൻ കാരണം ഞാൻ കണ്ട ഈ കല്യാണത്തിലെ എൻ്റെ അനുഭവം ഒരു സഹോദരിയുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത്. മൊബൈൽ ഫോണിലൂടെ അറിയാതെ വരുന്ന നമ്പറിൽ നിന്നുള്ള മെസ്സേജുകളിലൂടെ, കോളിങ്ങുകളിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഒരു ബന്ധം. ചിലപ്പോൾ അറിയാത്ത ആളുകളാവും, ചിലപ്പോൾ അറിയുന്ന ആളുകളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് നമ്പർ തന്ന് അങ്ങനെ ബന്ധം ഉണ്ടാകുന്നവരാവും. പക്ഷേ ഇങ്ങനെയുള്ള അനാവശ്യ ബന്ധങ്ങളാണ് എന്നറിയുമ്പോൾ നമ്മളത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പോകുന്നൊരു സംഭവമാണ്. അതെനിക്ക് വേണ്ട എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പുവരുത്തണം. നമുക്ക് നമ്മുടെ കുടുംബം, ഭർത്താവ്, മക്കൾ, അതിലുള്ള സുഖം മതി. അതിനപ്പുറമുള്ള സുഖങ്ങളൊന്നും വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇങ്ങനെയുള്ള കുടുംബം തകർക്കുന്ന പൈശാചിക ബന്ധങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പെടുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.